ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ലിറ്റിൽ ഓസി ഹോം ടൂർ. എൻ്റെ ഒരു കംഫർട്ടബിൾ സോൺ, എൻ്റെ ഫേവറേറ്റ് പ്ലേസുമാണ് എൻ്റെ റൂം. സോ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ച് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓവർ എക്സ്പെക്റ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട. അതിന് മാത്രമുള്ളൊന്നുമില്ല. ചെറിയൊരു ഒരു റൂമാണ് എൻ്റെ. ഡോറ് തുറന്ന് നേരെ വരുമ്പോൾ കാണുന്നത് ഞാൻ ചെയ്ത ഫസ്റ്റ് പെയിൻറ്റിങ് ആണ്. അതും കൊറോണ ടൈമിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ പലയിടത്തും ചിത്രം വരയ്ക്കണ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ എൻ്റെ റൂമിൽ ഒരു 2-3 ചിത്രമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓവർ വരക്കാൻ നിന്നില്ല. ചീത്ത ഇട്ടിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല രീതിക്ക് ചീത്ത കേട്ടിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ വരച്ചിട്ട് ചുമരുമ്പ് മൊത്തം. സോ ഞാനിപ്പോഴും അത് മായ്ക്കാതെ വെക്കുന്നത്. എനിക്കതൊരു മെമ്മറിയാണ്. ഞാൻ അന്ന് ചെയ്ത ആക്ടിവിറ്റി എനിക്ക് എൻ്റെ റൂമിൽ ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട് പറയുമ്പോൾ ഒരു സന്തോഷമാണ് ഞാൻ അങ്ങനെ ചെയ്തല്ലോ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ വരക്കാനോ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടത്. പിന്നെ നോക്കുമ്പോൾ കാണാനാണ് പോളറോയിഡ്സ് തന്നെയായിരുന്നു. പോളറോയിഡ്സ് ഞാൻ ഹാർട്ട് ഷേപ്പിലാണ് ചെയ്യാൻ വിചാരിച്ചത്, പക്ഷേ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാനിങ്ങനെ ബാലൻസ് വരുന്ന ഷീറ്റിൽ ഇങ്ങനെ ഓരോന്ന് പ്രിൻ്റ് എടുത്തിട്ട് അങ്ങനെ ഇത്ര എത്തിക്കണേ. ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം. എൻ്റെ എല്ലാ ഫോട്ടോസും വെച്ചിട്ടാണ് ഞാൻ പോളറോയിഡ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേ ഫോട്ടോസ് വരാണ്ട്. പിന്നെ ആ ജഗ്ഗിൽ കാണുന്നത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ ഫ്ലവറാണ്. റിബൺ ബൊക്കെ എന്നൊക്കെ പറയുന്ന ടൈമിൽ ആ ഒരു ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാണ്. പക്ഷേ അടിപൊളിയായിക്കണ്, എനിക്കിഷ്ടമായത്. പിന്നെ ഞാൻ ചെറുതായിട്ട് ജേണലൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഞാൻ ചെയ്ത ജേണൽ വലിയാണ്ട് ഹൈപ്പ് ചെയ്യെങ്കിലും ജേണലെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എന്താ ചെയ്യല്, കുറേ ഫോട്ടോസൊക്കെ വെച്ച് കണ്ട് ഇങ്ങനെ മെമ്മറീസ് പോലെ അതാണ് സംഭവം. ജേണൽ എന്താ പറയുക എനിക്കറിയില്ല. പിന്നെ എനിക്ക് നാളെ ചെയ്യാനുള്ള കുറച്ച് വർക്കിൻ്റെ പ്രൊഡക്ട്സ് ഞാൻ കാണിച്ചുതരാം. ഒക്കെ ക്യൂട്ട് സാധനങ്ങൾ, ചെറിയ കുട്ടിക്കുള്ള കേട്ടോ. ഒരു 6 വയസ്സായ കുട്ടിക്ക് നാളെ ഉള്ള ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് ഗിഫ്റ്റ് ചെയ്യാനുള്ളതാണ്. സോ അത് ക്യൂട്ട് ഐറ്റംസ് ആണ് ഉള്ളത്. കിൻഡർ ജോയ്, ലിപ് ബാം, ഇതൊക്കെ കാണുമ്പോൾ ചെറിയ കുട്ടിയായപ്പോൾ നമ്മൾ ഇട്ടിരുന്ന ഓരോ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇനി നമുക്ക് അങ്ങനെയൊന്നും ഇടാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴും സങ്കടമുണ്ട്. ബട്ട് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കിൻഡർ ജോയൊക്കെ അന്ന് കിട്ടാവുന്ന ഒരു ചെറിയ കുട്ടിക്ക് കൊടുക്കാനായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുള്ള് പിങ്ക് തീമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് എൻ്റെ ബെഡാണ്. എനിക്ക് എല്ലാവരുടെ ബെഡും ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കും. എനിക്കും അതേപോലെ തന്നെ എൻ്റെ ബെഡ് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. എനിക്ക് ആ ബെഡിൻ്റെ തലക്കിരുന്നിട്ട് പിന്നെ ആ വിൻഡോ തുറന്നിട്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് കേട്ടോ. ഈ റൂമിൻ്റെ ഫേവറേറ്റ് സ്പോട്ട് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലും സീരീസൊക്കെ കണ്ട് ആ വിൻഡോ ഒക്കെ തുറന്നിട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് മഴയൊക്കെ പെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല രസമാട്ടോ, നല്ല തണുത്ത കാറ്റടിക്കും. നേരെ കാണുന്നത് ഒരു ചെറിയൊരു വാൾഡ്രോബാണ്. ഞാനത് യൂസ് ചെയ്യാറേ ഇല്ല. അടിയത്തെ 2 കബോർഡ് യൂസ് ചെയ്യാറില്ല. മേലെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. മേലെ ഫുള്ള് സർട്ടിഫിക്കറ്റും കാര്യങ്ങളുമാണ് വെച്ചിട്ടുള്ളത്. പിന്നെ കുറേ ഫോട്ടോസ് ഉണ്ട്. പിന്നെ ആവശ്യമില്ലാത്ത ഫ്രെയിം അതൊക്കെയാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത്. ഫ്രണ്ട്സ് ഫോട്ടോ ഇതിപ്പോൾ വലിയ കാര്യം ഉണ്ടാവില്ല. കുറേ ഫ്രെയിമും കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളുണ്ടാവുള്ളൂ. പിന്നെ ക്യാമ്പസിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഇവിടെയാണ് ആ പോർഷൻസ്. പിന്നെ ഇവിടെ ഒരു ആങ്കർ വരുന്നുണ്ട്. ഞാൻ തൂക്കിയിട്ടിരുന്നത് KMCTത്തെ ടാഗാണ്. അതെന്താ ഇപ്പോഴും നിർത്തി ഒഴിവാക്കിയിട്ടില്ല. ഇനി മാറ്റി വെക്കണം. ഇനി എൻ്റെ ആവശ്യമില്ലല്ലോ, അപ്പം ഇനി മാറ്റി വെക്കണം. പിന്നെ ഇതാണ് ഓവർലുക്ക്, ബെഡിൻ്റെ ഓവർലുക്ക്. ഞാൻ ഇപ്പോൾ ചാർജ് ചെയ്യാനായിട്ടാണ് ലാപ്പ് അതാണ് അവിടെ കിടക്കുന്നത്. പിന്നെ ഒരു ബാത്റൂം ഉണ്ട് വരുന്നത് അറ്റാച്ച്ഡ്. പക്ഷേ അത് യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യാറില്ല. കോമൺ ബാത്റൂം ഉണ്ട്, അപ്പോൾ അത് യൂസ് ചെയ്യില്ല. അത് തീരെ യൂസ് ആക്കില്ല. പിന്നെ ആ ഫ്രെയിമാണ് എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്തത്. ആദ്യത്തെ 17th ബർത്ത്ഡേ ഒക്കെ തോന്നുന്നു. സോ അപ്പോൾ ഞാൻ അവിടെ ഹാങ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ 2 അലമാര വരുന്നുണ്ട്. പക്ഷേ അതും വല്ലാണ്ട് യൂസ് ചെയ്യില്ല. ആകെ 2 മാത്രമേ യൂസ് ചെയ്യലുള്ളൂ. അതിൻ്റെ ബാക്കിയൊക്കെ ലോക്കഡായി കിടക്കുകയാണ്. ഒന്നിൽ ഡ്രസ്സും ഒന്നിൽ പിന്നെ മേക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ശരിക്കും എൻ്റെ വീട് വരുന്നത് മേലെ കൊലായും അടിയിൽ റൂമും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീട് ഇനി കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ് ഹോം ടൂർ. സത്യം പറഞ്ഞാൽ ഈ വ്ളോഗിൽ എന്തൊക്കെ പറഞ്ഞു തരണം, എങ്ങനെയാണ് ഹോം ടൂർ എടുക്കാമെന്ന് പോലും എനിക്കറിയില്ല. മാക്സിമം ഞാൻ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. പ്ലീസ് ടു സബ്സ്ക്രൈബ്.